Next problem, find the volume of the ice cream cone D cut from the solid sphere rho less than or equal to 1 by the cone phi is equal to pi by 3. Okay. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വോളിയം ഓഫ് എൻ ഐസ്ക്രീം കോൺ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതെന്ന് പറയുന്നത് എവിടെ നിന്നാണ് കട്ട് ചെയ്തത്, ഒരു സോളിഡ് ഫിയർ റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതും അതുമാതിരി തന്നെ അത് കോൺ ഫൈ ഇസ് ഈക്വൽ ടു പൈ ബൈ 3 എന്ന ആ ഒരു രണ്ടെണ്ണത്തിൽ നിന്നും കട്ട് ചെയ്തിട്ട് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐസ്ക്രീം കോണാണ്. അതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ജോമെട്രി പഠിച്ചിരുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് ഫിഗർ വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് നിങ്ങളുടെ ഫിഗർ വരുന്നത്. ഹൗ പോസിബിൾ, എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുമെന്നറിയില്ല. 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അപ്പം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പെരിക്കൽ കോർഡിനേറ്റ്സിൽ വോളിയം ഓഫ് ഡി ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി ഡി വി എന്ന് പറയുന്നതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി റോ സ്ക്വയർ സൈൻ ഫൈ റോ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമുക്കിനി ഇവിടെ ഓരോന്നിൻ്റെ റോൻ്റെ ലിമിറ്റ്സ് എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നു, ഫൈൻ്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വേരി ചെയ്യുന്നു, തീറ്റേൻ്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ വരയ്ക്കുന്നതാണ് ഒരു ലൈൻ എം എന്ന് പറയുന്നത് ഡ്രോൺ ചെയ്യാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് റോസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന്, അതായത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയാണ് കട്ട് ചെയ്ത് പോകുന്നത് ഈ ഒരു സ്പിയറാണ്. സോ റോസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്പിയറിനെയാണ് അത് കട്ട് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ആ ലിമിറ്റ് ഇപ്പോൾ റോൻ്റെ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടം വരെ റോസ് ഈക്വൽ ടു 0 മുതൽ റോസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുമാതിരി തന്നെ നമ്മുടെ ഈ ഒരു കോൺ ഫോം ചെയ്തിരിക്കുന്നത് ഫൈ ഇസ് ഈക്വൽ ടു പൈ ബൈ 3 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കോൺ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നതെന്നാണ്. സോ ആ കോൺ എന്ന് പറയുന്നതും ഫൈ ഇസ് ഈക്വൽ ടു, അതായത് 5/3 എന്ന് പറയുന്ന കോണാണ്. അതെന്ന് പറയുന്നത് പോസിറ്റീവ് സെറ്റ് ആക്സിസുമായിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ആ ഒരു ആംഗിളിനെ നമ്മൾ അതായത് ആ കോൺ ഫൈ ഇസ് ഈക്വൽ ടു പൈ ബൈ 3 എന്ന് പറയുന്നത് മേക്ക് എൻ ആംഗിൾ ഓഫ് പൈ ബൈ 3 വിത്ത് ദ പോസിറ്റീവ് സെറ്റ് ആക്സിസ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഗിവൺ തീറ്റ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഫൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫൈ ഇസ് ഈക്വൽ ടു 0 മുതൽ ഫൈ ഇസ് ഈക്വൽ ടു പൈ ബൈ 3 വരെയാണ് അത് മൂവ് ചെയ്യുന്നത്. സോ അതിൻ്റെ ആ ഒരു ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ് 0 ടു പൈ ബൈ 3 എന്ന് പറയുന്നത്. ഇനി തീറ്റേൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മൊത്തത്തിലുള്ള റീജിയൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മളൊരു ലൈൻ എവിടെ നിന്ന് മുതൽ എവിടം വരെ റൊട്ടേറ്റ് ചെയ്യണമെന്ന്. സോ നമുക്ക് ഒരു ഐസ്ക്രീം കോണാണ്, ആ ഐസ്ക്രീം കോണെന്നൊന്ന് ഇമാജിൻ ചെയ്യുക. അതൊരു 3 ഡയമെൻഷണൽ ഫിഗറിൽ മൊത്തത്തിൽ കവർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് ഇങ്ങനെ 0 മുതൽ കവർ ചെയ്തത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരും. അങ്ങനെ വരണമെങ്കിൽ 0 ടു 2π വരെ നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു 3 ഡയമെൻഷണൽ ഫിഗറിൽ അതിനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ മൊത്തത്തിലുള്ള റീജിയൻ എന്ന് പറഞ്ഞ് കവർ ചെയ്ത് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് തീറ്റേൻ്റെ ലിമിറ്റ് 0 ടു 2π വരെയാണ് നമ്മൾ വേരി ചെയ്യുന്നതെന്ന് പറയും. ഓക്കെ, 3 ഡയമെൻഷൻ ഫിഗർ ആയതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ചെയ്ത് പറയാൻ പറ്റുന്നത്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക തന്നെ വേണം അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള കാര്യം. അതുമാതിരി തന്നെ ഫിഗർ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കാൽക്കുലസ് ആ ഒരു പോർഷനിൽ, അതായത് നിങ്ങൾ ജോമെട്രി പഠിച്ചിരുന്ന ആ ഒരു ഭാഗങ്ങളിൽ പോയിട്ട് എങ്ങനെയാണ് ഫിഗർ വരച്ചിട്ടുള്ളത് എന്നൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കാനുള്ള, ഇപ്പോൾ അങ്ങനെയാണ് ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻസ് വന്നത്. ഇനി നമ്മൾ വോളിയം ഓരോന്നും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വോളിയം ഓഫ് ഡി എന്ന് പറയുന്നത് ഇക്വേഷൻ ഇതായിരുന്നു. അതിൽ നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത് തീറ്റേൻ്റെ ലിമിറ്റ് 0 ടു 2π വരെയായിരുന്നു. ഫൈ എന്ന് പറയുന്നത് 0 ടു പൈ ബൈ 3 ആൻഡ് റോ എന്ന് പറയുന്നത് വേരി ചെയ്തിരുന്നത് 0 ടു 1 വരെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ഇൻറ്റഗ്രലാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു എന്തിലാണ് ചെയ്യുന്നത്, ഫൈയിലാണ് ചെയ്യുന്നത്. സോ സൈൻ ഫൈ എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ സൈൻ ഫൈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഇൻറ്റഗ്രൽ റോ സ്ക്വയർ ഇൻറ്റു ഡി റോ എന്ന് വരും അല്ലേ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈൻ ഫൈ ഇൻറ്റു റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 ടു 1 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, സൈൻ ഫൈ ഡിവൈഡഡ് ബൈ ഓക്കെ സൈൻ ഫൈ ഇൻറ്റു 1/3 മൈനസ് 0 എന്ന് വരും. സോ നമുക്കത് എന്തായിട്ട് മാറും, സൈൻ ഫൈ ബൈ 3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1/3 ഇൻറ്റു sin 5 d5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി എന്താണ്? ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രൽ 0 to π/3 1/3 ഇൻറ്റു sin 5 d5 d തീറ്റ എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ 1/3 കോൺസ്റ്റൻ്റ് ആണ്. സോ 1/3 നമ്മൾ പുറത്തേക്ക് എടുത്തു. sin 5നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് കോസ് 5 എന്ന് വരും. വിത്തിൻ ദ ലിമിറ്റ് 0 to നമുക്ക് എന്താ കിട്ടുന്നത്? π/3 എന്ന് പറയുന്നതാണ്. സോ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? നമുക്ക് 1/3 ഇൻറ്റു മൈനസ് കോസ് π/3 മൈനസ് കോസ് 0 എന്ന് വരും. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? 1/3 ഇൻറ്റു കോസ് π/3 എന്ന് പറയുമ്പോൾ 1/2. സോ മൈനസ് 1/2 പ്ലസ് കോസ് 0 എന്ന് പറയുന്നത് 1 എന്ന് വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് വരും? 1/3 ഇൻറ്റു 1 മൈനസ് 1/2. സോ അത് നമുക്ക് എന്ത് വരും? 1/3 ഇൻറ്റു 1/2 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് 1/6 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ 1/6 നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഈ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 0 to 2π ഇൻറ്റു 1/6 ഇൻറ്റു ഡി തീറ്റ. 1/6 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ വിത്തിൻ ദ ലിമിറ്റ് 0 to 2π വരും വിച്ച് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 2π മൈനസ് 0 എന്ന് വരും വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 1/6 ഇൻറ്റു 2π എന്ന് വരും. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് π/3 എന്ന് കിട്ടും. സോ 3 ആണ് ഉണ്ടായിരുന്നത് നമുക്ക് π/3 എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ സുഖമാണ് ഇവിടെ, പക്ഷേ നമുക്കിവിടെ എവിടെ നിന്ന് മുതൽ ഇവിടം വരെ വേറെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു 3 ഡയമെൻഷൻ ഫിഗറാണ് മനസ്സിൽ. ആ ഒരു 3 ഡയമെൻഷൻ ഫിഗർ ഇങ്ങനെ ആലോചിക്കാം. ഓരോന്നും ലിമിറ്റ്സ് എന്താ വരുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക. ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്.